2019 സ്കീം S5 കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് S5ന്റെ ഫ്ലാറ്റ് എക്സാം കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ഫ്ലാറ്റ് എക്സാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം 91 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി SA ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും ആണ്. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് പോവുകയാണ്. ഏറ്റവും ആദ്യം 2019 സ്കീമിന്റെ എക്സാം ടിപ്സ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ചോംസ്കി ഹയറാർക്കിയാണ്. നമ്മൾ ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങാന്ന് പറഞ്ഞു. ആൽഫബറ്റ്സ് പഠിക്കുക, സ്ട്രിങ്സ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഗ്രാമർ പഠിക്കുമ്പോൾ ഗ്രാമറിന്റെ ഡീറ്റെയിൽസ്, അതായത് ഗ്രാമർ എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാമർ, അതാണ് ചോംസ്കി ഹയറാർക്കി പറയുന്നത്. ഈ ചോംസ്കി ഹയറാർക്കി പഠിച്ചുകൊണ്ട് ഈ സബ്ജക്ട് പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ ഓൾറെഡി എക്സാം ടിപ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ SA ക്വസ്റ്റ്യൻ അതായിരിക്കും എന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നതും മൊഡ്യൂൾ 5 തന്നെയായിരുന്നു. അവിടെ ഒരു SA ക്വസ്റ്റ്യൻ ചോദിച്ചത് ചോംസ്കി ഹയറാർക്കി ആയിരുന്നു. കൂടാതെ ഉറപ്പായിട്ടും ഇവിടെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിംഗ് മെഷീൻ, വേരിയൻസ് ഓഫ് ടൂറിംഗ് മെഷീൻ, പിന്നെ ഹോൾട്ടിംഗ് പ്രോബ്ലം, ഡിസൈഡബിലിറ്റി, അൺഡിസൈഡബിലിറ്റി, ചർച്ച് തീസിസ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉറപ്പായിട്ടും ചോദിക്കും. ഈ ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതായിരുന്നു അവിടെ രണ്ടാമത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20 ബി ചോദിച്ചേക്കുന്നത് ചോംസ്കി ഹയറാർക്കിയും 20 ചോദിച്ചിട്ടുള്ള A ക്വസ്റ്റ്യൻ അത് ഹോൾട്ടിംഗ് പ്രോബ്ലം ആണ്. പ്രൂവ് ദാറ്റ് ദ ടൂറിംഗ് മെഷീൻ ഹോൾട്ടിംഗ് പ്രോബ്ലം ഇസ് ഡിസൈഡബിൾ, അതായിരുന്നു 20A. 20B വരുന്നത് എക്സ്പ്ലെയിൻ ചോംസ്കി ഹയറാർക്കി ഫോർ ഫോർമൽ ലാംഗ്വേജസ്. 4 നമുക്ക് മാറ്റി വെച്ചാൽ മൊഡ്യൂൾ 3 നമ്മൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 3 എന്താ ചോദിച്ചേക്കണേ? 16th ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യനിൽ CNF. സത്യത്തിൽ CNF വളരെ എളുപ്പമാണ്. CFGയിൽ നിന്ന് CNFലേക്ക് കൺവേർഷൻ ഈസിയാണ്. എ നോൺ ടെർമിനൽ ഗിവ്സ് എക്സാക്ട്ലി 2 നോൺ ടെർമിനൽസ് ഓർ എ ടെർമിനൽ. സോ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡയറക്റ്റ്ലി നമുക്ക് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് CNFൽ. 16th A S gives A, capital A B, capital A gives small a capital B or small b capital B or epsilon, capital B gives capital A or C ആണല്ലേ. ഓക്കെ, C. 16ൽ B നോക്കുകയാണെങ്കിൽ 16th ക്വസ്റ്റ്യനിൽ B ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ, പാർട്സ് 3. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എക്സാം ഇട്ട ആളെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവരോട് നല്ലൊരു റെസ്പെക്ട്, സ്നേഹം തോന്നുക. ഫ്ലാറ്റ് പോലത്തെ ഒരു എക്സാം, അതും S5ല് ആദ്യത്തെ എക്സാം ഫ്ലാറ്റ് അല്ലേ. ഈ ഫ്ലാറ്റ് പോലത്തെ ഒരു എക്സാം ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നല്ലോ, നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വരും. മുന്നോട്ട് ഇനി 4-5 എക്സാംസ് എഴുതാനുണ്ട്. സോ അത് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അതിന് വളരെ വലിയൊരു താങ്ക്സ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾക്ക് കൊടുക്കണം. Then, so 16th B ലെഫ്റ്റ് മോസ്റ്റ്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആൻഡ് പാർട്സ് 3. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 2ലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഇത് ഇങ്ങനെ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 2-നകത്ത് 13th ക്വസ്റ്റ്യൻ A ഒരു എപ്സിലോൺ വിത്ത് NFA കൺസ്ട്രക്ട് എന്ന് പറഞ്ഞേക്കുന്നത് AB + B ദ ഹോൾ സ്റ്റാർ A സ്റ്റാർ ദെൻ ഡോട്ട് A സ്റ്റാർ പ്ലസ് AB. ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിൽ ആദ്യം ക്ലോഷർ ഉള്ള ടൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആ ക്ലോഷർ വെച്ചിട്ട് വരച്ചു തുടങ്ങാം. AB + B വരയ്ക്കുക. അതായത് ആദ്യം വരയ്ക്കേണ്ടത് AB വരയ്ക്കുക, നെക്സ്റ്റ് AB + B വരയ്ക്കുക, ദെൻ AB + B ദ ഹോൾ സ്റ്റാർ വരയ്ക്കുക. ഓക്കെ, ദെൻ അതിന്റെ കൂടെ A സ്റ്റാർ വരച്ച് കണക്ട് ചെയ്യാം. ഇനി അതിന്റെ കൂടെ ബാക്കി വരുന്നത് പ്ലസ് AB ആണ്. അപ്പൊ സെപ്പറേറ്റ് ഇനി AB വരച്ച് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞ മെഷീനും ഇതുമായിട്ട് ഓർ ആണല്ലോ, അപ്പൊ ഓർ കൊടുക്കുക. 2 എപ്സിലോൺ ഇട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AB + B ഹോൾ സ്റ്റാർ ഡോട്ട് A സ്റ്റാർ പ്ലസ് AB കിട്ടും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. സോ 13 അങ്ങനെയാണ്. 13A അത്യാവശ്യം അല്ലാതെ നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. 13B ആണെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യാനാ. ഫൈനൈറ്റ് ഓട്ടോമാറ്റ് നമ്മുടെ കയ്യിലുണ്ട്. Q0, Q1, Q2 അങ്ങനെ മൂന്ന് സ്റ്റേറ്റ്സ് ആണ് മെഷീൻസിൽ വരുന്നത്. ഈ 3 സ്റ്റേറ്റ്സിന്റെ ഇക്വേഷൻസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യണം. ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്ത് അതിലൂടെ നമുക്ക് ആ റെഗുലർ എക്സ്പ്രഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. Q0, Q1, Q2. ഓക്കെ, Q2 ഫൈനലാണ്, Q1 ഫൈനലാണ്, Q2 സെൽഫ് ലൂപ്പ് വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ആ മെത്തേഡ് അറിഞ്ഞാൽ മതി. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇത് മൊഡ്യൂൾ 2 ആയിരുന്നു. ബാക്ക് ടു മൊഡ്യൂൾ 1. മൊഡ്യൂൾ 4 നമുക്ക് ലാസ്റ്റ് പോവാം. മൊഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ അവിടെ 11th ക്വസ്റ്റ്യൻ നല്ല ഈസി ആയിരുന്നു. 11th ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആക്ച്വലി 11, 12 നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി 11 ഈസി ആയിരുന്നു. 11A വരെ പറയുന്നത് ഡിസൈൻ എ DFA ഫോർ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഓഫ് 0s and 1s വിത്ത് ഓഡ് നമ്പർ ഓഫ് 0s
ആൻഡ് വൺസ്, ഓഡ് നമ്പർ ഓഫ് സീറോസ് ആൻഡ് വൺസ് പറഞ്ഞു. അതായത് 0 0 the whole star dot 0 ഇതാണ് ഓഡ് നമ്പർ ഓഫ് സീറോസിന്റെ റെഗുലർ എക്സ്പ്രഷൻ. ആൻഡ് വൺസ്, ഓക്കെ, ആൻഡ് വൺസും വരണം കേട്ടോ. അപ്പൊ വൺസും ഓഡ് നമ്പർ ഓഫ് സീറോസ് ആൻഡ് വൺസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓഡ് നമ്പർ ഓഫ് സീറോസ് ആൻഡ് വൺസ് എടുക്കുകയാണെങ്കിൽ 0യുടെയും 1ന്റെയും കോമ്പിനേഷൻ വരണം. 0 മാത്രം വന്നിട്ട് കാര്യമല്ല, 0ന്റെ 1ന്റെ കോമ്പിനേഷൻ വരണം. അവിടെ ഓഡ് നമ്പർ വരികയും വേണം. ഓഡ് നമ്പർ വെച്ചാൽ എപ്പോഴും ആദ്യം അവന് ഈവൻ ആക്കി വെക്കുക. ഈവൻ ആക്കി വെച്ചിട്ട് പ്ലസ് ഒരു ഓഡ് അവിടെ വന്നാലും മതി. അപ്പൊ പ്ലസ് 0 or 1 കൊടുത്താൽ മതി. ഇതിന്റെ ആൻസർ 0 or 1 the whole raised to 2 the whole star. അപ്പോൾ നമുക്ക് എന്താവും, അതൊരു ഈവൻ നമ്പർ കിട്ടും. ദെൻ ഡോട്ട് പുറത്ത് ബ്രാക്കറ്റിനകത്ത് 0 or 1 വരും. ഓക്കെ, ഇതായിരുന്നു DFA വരുന്നത്. ഇവിടെ DFA വരയ്ക്കുക, DFAയുടെ കൂടെ റെഗുലർ ഗ്രാമർ കൂടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് 11B എന്താ, ഡിസൈൻ NFA. DFA NFA ഞാനത് എക്സാം ടിപ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. DFA NFA നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ DFA പാർട്ട് എയിലും ഒരു DFA ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെ DFA ചോദിച്ചേക്കുന്നത്. അതുപോലെ പാർട്ട് ബിയിൽ 11A 11B, ഓക്കെ, DFAയും NFA ചോദിച്ചേക്കുന്നത്. ഇവിടെ സെക്കൻഡ് സിമ്പിൾ ഫ്രം റൈറ്റ് ഈസ് 1, അതായത് യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ് ഇങ്ങനെ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് സെക്കൻഡ് സിമ്പിൾ, ആ ടെൻസ് പ്ലേസ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ യൂണിറ്റ് പ്ലേസ് കഴിഞ്ഞ് ടെൻസ് പ്ലേസ് വരുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അതാണ് സെക്കൻഡ് സിമ്പിൾ ഫ്രം റൈറ്റ്. അത് 1 ആയിരിക്കണം. ഓക്കെ, അതായത് ഫസ്റ്റ് സിമ്പിൾ യൂണിറ്റ് പ്ലേസിൽ 0 ആകാം, 1 ആകാം, എന്തായിക്കോട്ടെ കുഴപ്പമില്ല. റിമൈനിങ് വരുന്നത് എന്തോ ആയിക്കോട്ടെ, റിമൈനിങ് വരുന്നത് 0 or 1 the whole star ആണ്. ഓക്കെ, അതായത് 0 or 1 the whole star, 1 0 or 1 ഇതാണ് ആ എക്സ്പ്രഷൻ വരുന്നത്. ഇതിന്റെ NFA ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, കൺവേർട്ട് ദിസ് ഇൻറ്റു DFA. ഈ NFAനെ DFA കൺവേർട്ട് ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻ, വളരെ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 4. മൊഡ്യൂൾ 5-നകത്ത് 20B ആദ്യം എഴുതുക, ദെൻ 20A എഴുതുക. മൊഡ്യൂൾ 3-നകത്ത് 16A എഴുതുക, ദെൻ 16B എഴുതുക. മൊഡ്യൂൾ 2-നകത്ത് 13A, ദെൻ 13B. മൊഡ്യൂൾ 1-നകത്ത് 11A, ദെൻ 11B. ഇത്ര എഴുതി കഴിഞ്ഞുണ്ടല്ലോ. ഇതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്സ് ആണല്ലോ, സത്യം പറഞ്ഞാൽ മാത്തമെറ്റിക്സ് ആണ്. ഇത് നമുക്ക് എഴുതുന്ന കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഇവിടെ 4 essay നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. 1.5 മണിക്കൂറാണ് നമുക്ക് ഈ സബ്ജക്റ്റിന്റെ 4 essay എഴുതി കഴിയാനായിട്ട് പറ്റും. അത്രയും ഈസി ആയിരുന്നു. ദെൻ പാർട്ട് എയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ABA എന്ന സബ്സ്ട്രിങ് വരുന്ന മെഷീൻ. ABA, Q0 A കൊടുക്കുന്നു, Q1-ൽ പോകുന്നു, Q1-ൽ നിന്ന് B കൊടുക്കുന്നു, Q2-ൽ പോകുന്നു, Q2-ൽ നിന്ന് A കൊടുക്കുന്നു. എങ്ങോട്ട് പോവാ? Q3-ലേക്ക് പോവാ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഗുലർ ഗ്രാമർ ആണ്. 0 raised to n dot 1. N-ന്റെ വാല്യൂ എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരണം. ഓക്കെ, അപ്പൊ 0 raised to 1 ആണ്, 0 raised to n ആണ്, അതായത് 0 raised to പ്ലസ് ആണ്, 0+ എന്ന് പറയുന്നത്. ഇതാണ് സംഗതി. പോസിറ്റീവ് ക്ലോഷർ വരേണ്ടത്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 1 വരണം. അതിന്റെ റെഗുലർ ഗ്രാമർ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതും എല്ലാം ഈസി, ഡയറക്റ്റ് ആണ്. ഓൾറെഡി പറഞ്ഞായിരുന്നു, എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എപ്സിലോൺ NFA ആണ്. A star plus B star the whole star. ഓക്കെ, A star or B star, A star or B star എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ സംഗതി ഞാൻ താഴെ എവിടെയോ എന്തിന്റെ ആൻസർ ആയിട്ട് ഞാനിപ്പോൾ വായിച്ചു. ഏതോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം A star or B star the whole star. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് എന്തായിരുന്നു? റെഗുലർ എക്സ്പ്രഷൻ ഫോർ ഓൾ സ്ട്രിങ്സ് zeros and ones not having 2 consecutive zeros. അടുത്തടുത്ത് 2 0 വരാൻ പാടില്ല. അതായത് ഒരു 0 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി വരേണ്ടത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ 2 ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ ബൈനറി സ്ട്രിങ്സ് ആയിരിക്കുമല്ലോ തന്നേക്കുന്നത്. അതെ, 0s and 1s ആണ്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ 1 മാത്രമായിട്ട് വരാം, 0s മാത്രമേ, either 0 or 1 അല്ലേ. അപ്പം 1 മാത്രം വരാം, 1 or പ്ലസ് ഇട്ടിട്ട് നെക്സ്റ്റ് 0ന്റെ കൂടെ എന്ത് കൊടുക്കാം? 0 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ 0 1 വന്നു കഴിഞ്ഞാൽ 0 കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പോഴും എന്താ ഒരു ഓൾവേസ് ഒരു 1 വന്നുകൊണ്ടേയിരിക്കും. 0 കഴിഞ്ഞ് ഓൾവേസ് ഒരു 1 വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി കൂടെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. ഇതായിരുന്നു അതിന്റെ കോർ ലോജിക്ക്. ഇനി ബാക്കി കൂടെ ഫില്ല് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, സോ 1 2 3 4 അതും ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് 5 മൈഹൽ-നേരോഡ് തിയറം, അതിന്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. അതെല്ലാവരും പഠിക്കാൻ നിർബന്ധമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അത് കുഴപ്പമില്ല, വിട്ടേക്കാം. ദെൻ എന്തായിരുന്നു? 6th ക്വസ്റ്റ്യൻ ഗ്രാമർ ആംബിഗ്യൂസ് ആണോ അല്ലേ എന്നുള്ളതാണ്. ആൻ എക്സ്പ്രഷൻ ഗീവ്സ് ആൻ എക്സ്പ്രഷൻ മൈനസ് എക്സ്പ്രഷൻ ഓർ 2 ടെർമിനൽസ് A or B. ഓക്കെ, ഇതാണ്. ഇത് ആംബിഗ്യൂസ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബിഗ്യൂസ് ആണോ അറിയാവോ?
ഇതിനൊരു ട്രീ വരച്ച് നോക്കിയാൽ പോരെ. ഒരു ട്രീ വരച്ച് കാണിച്ച 2 ട്രീ വരയ്ക്കുക, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഒന്നെങ്കിൽ 2 ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുക, അല്ലെങ്കിൽ 2 ട്രീ വരയ്ക്കുക. ഓക്കെ, ആംബിഗ്യൂസ് ആണ്. കാരണം ഇ ഗീവ്സ് ഇ മൈനസ് ഇ, അവിടെ 2 ഇ വരുന്നുണ്ട്. LHS RHS പാർട്ട് 2 ഇ വരുന്നുണ്ട്. സോ ഈ 2 ഇയില് അഗെയിൻ നമുക്ക് ഇപ്പം എ മൈനസ് എ എടുത്തേ, എ മൈനസ് എ. ഓക്കെ, ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇ ഗീവ്സ് ഇ മൈനസ് ഇ കൊടുത്തിട്ട് ഫസ്റ്റ് ഇക്കകത്ത് ഇ മൈനസ് ഇ കൊടുക്കാം, ഓർ സെക്കൻഡ് ഇക്കകത്തും ഇ മൈനസ് ഇ കൊടുക്കാം. ഓർ ഇനി ഈ എല്ലാ ഇക്കും എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പം എ മൈനസ് എ കിട്ടും. ഓക്കെ, നമുക്കിത് ആംബിഗ്യൂസ് ആയിട്ട് പ്രൂവ് ചെയ്യും. ദെൻ 7th ക്വസ്റ്റ്യൻ, പമ്പിംഗ് ലെമ്മ പഠിക്കാതെ പോകരുതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പമ്പിംഗ് ലെമ്മ നിങ്ങൾ പഠിച്ചു വെക്കണം. 1ാമത്തെ പമ്പിംഗ് ലെമ്മ പഠിച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ പമ്പിംഗ് ലെമ്മ പഠിക്കാൻ ഈസി ആണെന്ന് പറഞ്ഞിരുന്നു. ഇത് 2ാമത്തെ പമ്പിംഗ് ലെമ്മ ചോദിച്ചേക്കുന്നത്. ഇവിടെ 5 സബ്സ്ട്രിങ്സ് ആയിട്ടാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. 5 സബ്സ്ട്രിങ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം. WW ആണ് വരുന്നത്, ഒരു സ്ട്രിങ്, അത് കഴിഞ്ഞ് സെയിം സ്ട്രിങ് വരുന്നു. ബൈനറി സ്ട്രിങ് ആണെന്ന് പറയുന്നുണ്ട്. അത് CFL അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിന് 5 സബ്സ്ട്രിങ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിന് നമുക്ക് V raised to I, Y raised to I അല്ലെ, ഇവിടെ 2 നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അവിടെ നമുക്ക് ഇത് CFL അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തെന്താ 10th ക്വസ്റ്റ്യൻ. ഇത് CSG പഠിച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ നമ്മൾ ചോംസ്കി ഹൈറാർക്കി പഠിക്കുമ്പോൾ ഗ്രാമർ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് CSG ആണ്. കാരണം CSG പഠിക്കുമ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇത് എപ്പോഴും കാണുന്നതാണ്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ CSGക്ക് അകത്ത് ഉള്ളൂ. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് വാല്യൂ, അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യനാണ്. സോ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കാണാൻ സാധിക്കും, അത് എഴുതാനായിട്ടും പറ്റും. ഓക്കെ, ദെൻ അതായിരുന്നു 10. ഞാൻ ബാക്കി സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 5 പറഞ്ഞിട്ടില്ല, 8 പറഞ്ഞിട്ടില്ല, 9 പറഞ്ഞിട്ടില്ല. ആക്ച്വലി 5 ഇക്വലൻസ് ക്ലാസ് ഓഫ് കനോണിക്കൽ മൈഹിൽ നീറോഡാണ്. അത് എല്ലാവർക്കും ഈസി ആകണമെന്നില്ല. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 8 PDA എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. കാരണം ആക്ച്വലി എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഞാൻ ആദ്യം പഠിപ്പിച്ചെടുക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. PDAക്കകത്ത് ഈക്വൽ നമ്പർ ഓഫ് എസ് ആൻഡ് ബീസ് ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചെടുക്കുന്നത്. കാരണം ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ A raised to n, B raised to n ഉണ്ട്, B raised to n, A raised to n ഉണ്ട്. സോ ഇതിനകത്ത് ടോട്ടൽ നമുക്കൊരു 7 ട്രാൻസിഷൻസാണ് വരുന്നത്. ഇത് കുഴപ്പമില്ല, എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Then 9th ക്വസ്റ്റ്യൻ വരുന്നത് ഡിസൈൻ Turing machine to double a binary integer. ഒരു ബൈനറി ഇൻഡിജർ തരും, അതിനെ ഡബിൾ ആക്കും. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയണമെന്നില്ല. സോ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഇച്ചിരിയെങ്കിലും ടഫ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, 8 and 9. പാർട്ട് ബിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർ ക്വസ്റ്റ്യൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മൊഡ്യൂൾ 4 നോക്കുകയാകുമ്പോൾ മൊഡ്യൂൾ 4ന്റെ പാർട്ട് ബിയിൽ essay ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൊഡ്യൂൾ 4നകത്ത് 17A, B. 17ൽ ചോദിക്കുന്നത് ഡിഫൈൻ എ NPDA, non-deterministic PDA to recognize set of palindromes over 0,1. അതുപോലെ 17B, prove that CFL are closed under union, concatenation and clean closure. അതായത് CFLന്റെ പ്രോപ്പർട്ടീസ്. ഇത് പഠിച്ചിട്ട് പോകണമെന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഞാൻ എക്സാം ടിപ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് റെഗുലർ എക്സ്പ്രഷന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ 4th മൊഡ്യൂളിനകത്ത് എന്തുണ്ട്, CFLന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. സോ 2nd മൊഡ്യൂളും 4th മൊഡ്യൂളും ഒരുമിച്ച് പഠിക്കണം. 2ന്റെ പ്രോപ്പർട്ടീസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 6th ക്വസ്റ്റ്യൻ. 6th അല്ല, 17ൽ B ക്വസ്റ്റ്യൻ, അത് ഈസിയാണ്. ഓക്കെ, ഇനി അപ്പം 17ലെ A നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സാരമില്ല, അവിടെ നിങ്ങൾക്ക് 6 മാർക്ക് കൂടെ കിട്ടുമായിരുന്നു. ഇത് കൂടെ ചേർത്തിട്ട് ഞാൻ നേരത്തെ മൊഡ്യൂൾ 4ന്റെ 17B കൺസിഡർ ചെയ്തിരുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ചേർത്തപ്പോൾ ഏകദേശം ഒരു 80 to 90 മാർക്സിന് അടുപ്പിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 91 മാർക്സ് വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിരുന്നു. ഇത് എപ്പോഴും കിട്ടില്ല. ഫ്ലാറ്റ് പൊതുവെ ടഫ് ആയിരിക്കും, എഴുതാനും സമയം കിട്ടാറില്ല. ഇത് അത്യാവശ്യം നമുക്ക് എഴുതാനൊക്കെ സമയം കിട്ടുന്നു. നമ്മൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് പോയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ ഉച്ചയ്ക്ക് മീറ്റ് ചെയ്തിരുന്നു, അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും ഈസിയാണ്, എല്ലാവർക്കും ഹാപ്പിയാണ്. അപ്പം ഞാനും ഹാപ്പിയാണ്. ഓക്കെ, എന്തായാലും ഇനി വരുന്ന എക്സാമിൽ 4 എക്സാംസിന്റെ ഫ്രണ്ടിലുണ്ട്. MSS, CN, MPMC ഉണ്ട്, SS ഉണ്ട്. SS അത്യാവശ്യം ഈസി ആയിരിക്കും. യൂഷ്വലി SS നല്ല ഈസി ആയിട്ട് പോകുന്നത്. പിന്നെ MSSഉം CNഉം കുറച്ച് വാസ്റ്റ് ആണ് പോകുന്നത്, MPMCയും കുറച്ച് വാസ്റ്റ് ആണ്. ഇനി വരുന്ന എക്സാംസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.